സ്മാർട്ട് ഇൻവെസ്റ്ററിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് പുതിയ ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ പേരാണ് MTF അഥവാ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. എന്താണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി? നമ്മൾ അടുത്ത കാലത്തായിട്ട് പല മാധ്യമങ്ങളിലും പല TV ചാനലുകളിലും പല ന്യൂസ് പേപ്പറുകളിലും നമ്മൾ കാണാറുണ്ട് MTF-ന്റെ ബുക്ക് സൈസ് ഇന്ത്യയിൽ 75,000 കോടിയായി, 95,000 crores ആയി എന്നുള്ള പല ന്യൂസ് വരുമ്പോഴും പല ഇൻവെസ്റ്റേഴ്സിനും പല ട്രേഡേഴ്സിനും MTF എന്താ എന്നറിയില്ല. ഈ MTF എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ റിസ്ക്, എപ്പോഴാണ് ഒരു MTF യൂസ് ചെയ്യേണ്ടത് ഒരു സാധാരണ ഇൻവെസ്റ്റർ എന്നുള്ള സകല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് നമുക്കൊന്നൊരു ഗസ്റ്റ് ഹോട്ട് സീറ്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ വിധുകുമാറാണ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ടു മുത്തൂറ്റ് സെക്യൂരിറ്റീസ്. വെൽക്കം വിധുകുമാർ ടു ദ ഷോ. താങ്ക് യു സർ. നമ്മൾ പ്ലഡ്ജ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ പ്ലഡ്ജിങ് ഇനിസിയേഷൻ ചെയ്തു, നമ്മൾ MPIN നമ്മൾ കൊടുത്തു, അതിനൊരു OTP വന്നു, OTP നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്ലഡ്ജ് ആവുന്നത്. അതേപോലെ തന്നെയാണോ നമ്മളെപ്പോൾ പ്ലഡ്ജ് വേണ്ടാന്ന് വെക്കുന്നു, അതായത് നമ്മളിത് സെല്ല് ചെയ്യാൻ നേരത്തും ഇതേപോലെ നമ്മളൊരു MPIN കൊടുത്ത് ഒരു OTP വാലിഡേഷനിലാണോ അതും നടക്കുന്നത്? അൺപ്ലഡ് ചെയ്യാൻ OTP വാലിഡേഷൻ വേണ്ട. ഓക്കെ, അൺപ്ലഡ് ചെയ്യാൻ OTP വാലിഡേഷൻ വേണ്ട. അൺപ്ലഡ് ചെയ്യാനുള്ള ആരുടെ പേരിലാണോ അത് പ്ലഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു കൺസെൻറ്റ് മതി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രോക്കറുടെ പേരിൽ പ്ലഡ് ചെയ്തിരിക്കുന്ന ഒരു ഷെയർ ഞാൻ എൻ്റെ ബ്രോക്കറുടെ അടുത്ത് എൻ്റെ ഷെയർ കൊണ്ട് പ്ലഡ് ചെയ്തിട്ട് MTF ഫെസിലിറ്റി യൂസ് ചെയ്തു. ഞാനൊരു ഷെയർ മേടിച്ചു, അത് വിറ്റപ്പോൾ എനിക്ക് ഈ ഷെയർ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രോക്കർ കണ്ടു ഞാൻ എൻ്റെ ഷെയർ പ്ലഡ്ജ് ചെയ്ത ഷെയർ വിറ്റിരിക്കുകയാണ്, അതിന് എനിക്ക് പേ ഔട്ട് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇത് റിലീസ് ചെയ്താൽ അപ്പം ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലീൻ മാർക്കിങ് അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഇത് പേ ഔട്ടായിട്ട് കൊടുത്തു. അപ്പോൾ അൺപ്ലഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മെക്കാനിസം ഇല്ല. അവിടെ ഓട്ടോ ആയിട്ട് അത് പൊക്കോളും. എന്ന് പറഞ്ഞാൽ ബ്രോക്കർ ആ ലീൻ മാർക്കിങ് വിഡ്രോ ചെയ്തോളും വേണ്ട സമയത്ത്. നമ്മളിപ്പോൾ ഒരു പ്ലഡ്ജ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. പ്ലഡ്ജ് ചെയ്ത് നമ്മൾ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ പോയില്ല. തീർച്ചയായിട്ടും മറ്റൊരു വശവും കൂടെ ഉണ്ട്, അതിലൊരു കറക്ഷൻ വരികയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെ വച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്കുണ്ടോ അതിന്? പല സ്റ്റോക്കിന് പല കണക്കായിരിക്കുമായിരിക്കാം, പക്ഷെ ഒരു കണക്കുണ്ടാവും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അവിടെ വച്ചിട്ടായിരിക്കുമല്ലോ ഈ ലോണിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ടൊരു കാര്യം, ഒരു എഫക്റ്റ് അവിടെ നടക്കുന്നത്. എന്തായിരിക്കാം മിസ്റ്റർ അവിടെ നടക്കുന്നത്? ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരുന്നു, സ്റ്റോക്സും ചെറുതായിട്ട് വരുന്നു, ഒരു ലെവലിൽ കൂടുതൽ താഴേക്ക് വരുമ്പോൾ എന്തായിരിക്കാം അവിടെ നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് മിനിമം റിക്വയർമെൻറ്റ് ഓഫ് മാർജിൻ എന്നുള്ളത് എക്സ്ചേഞ്ച് സ്റ്റിപ്പുലേറ്റഡാണ്. അതാണ് വാർ പ്ലസ് 3 times or 5 times CLM എന്നുള്ളത്. ഈ മാർജിൻ എന്ന് പറയുന്നതാണ് ഒരു റിസ്ക് കൺട്രോളിങ് മെഷർ. ഈ മാർജിൻ എപ്പോഴാണോ ആ ലെവലിൽ നിന്ന് താഴെ പോകുന്നത് അവിടെയാണ് റിസ്ക് വരുന്നത്. അപ്പോൾ ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം ഓൾ ദ ബ്രോക്കേഴ്സ് ആർ ഹാവിങ് എ സ്പെസിഫൈഡ് എക്സലൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവും. റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ദിവസം പെട്ടെന്നുണ്ടാകുന്നതല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മേടിക്കുമ്പോൾ തൊട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ല, അത് രാത്രിയിലും ഈ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഏതെങ്കിലും അവസരത്തിൽ മാർജിൻ ഷോർട്ട് ഫോൾ വന്നാൽ ഈ പറയുന്ന മാർജിൻ അതാണ് താങ്കൾ പറഞ്ഞത്, ഒരു വില കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മാർജിൻ കുറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ MTF-ൽ മേടിച്ച ഷെയറിൻ്റെ വില കുറഞ്ഞു, ലോൺ വാല്യൂ ഒരിക്കലും കുറയാൻ പോകുന്നില്ല ആണല്ലോ. ലോൺ വാല്യൂ റിമെയിൻസ് ദ ഫിക്സഡ്, അത് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷേ മേടിച്ച ഷെയറിൻ്റെ വിലയാണ് കുറയുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ലോൺ വാല്യൂ പ്ലസ് അസറ്റ് വാല്യൂ ഇതിൻ്റെ ഡിഫറൻസ് കൂടുമ്പോഴാണ് നമ്മുടെ റിസ്ക് കൂടുന്നത് പറഞ്ഞു. അപ്പോൾ മാർജിൻ തരുന്ന ആ മാർജിൻ അപ്പോൾ കൂട്ടണം. അപ്പോൾ അതിനു വേണ്ടി ഒന്നെങ്കിൽ കസ്റ്റമേഴ്സിന് അഡീഷണൽ മാർജിൻ കൊണ്ടുവരാം. ഇതൊരു ടെമ്പററി പ്രതിഭാസമാണ്, വില കുറയുന്നത്, വീണ്ടും അത് കൂടാം. ആ ഒരു കണക്കിൽ അവർക്ക് കൂടുതൽ മാർജിൻ ബ്രോക്കറുടെ അടുത്ത് കൊണ്ടുവന്ന് അത് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ലോൺ വാല്യൂ കുറയ്ക്കാം. എ പോർഷൻ ഓഫ് ദി ഷെയർ മേടിച്ചത് വേണേൽ വിറ്റിട്ട് ലോൺ വാല്യൂ കുറയ്ക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ തിങ്സ് വിറ്റ് നഷ്ടം സഹിച്ചുകൊണ്ട് ചിലപ്പം ഇറങ്ങിപ്പോകാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള മെക്കാനിസമാണ് നടക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ. അത് MTF-ലും അത് തന്നെയാണ് നടക്കുന്നത്. ഇത് MTF ആണെങ്കിൽ തന്നെ ഈ സെയിം പ്രോസസ്സ് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാർജിൻ എപ്പോഴും ഷെയറിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. വലിയ മേജർ മൂവ്മെൻറ്റ്സാണ് താങ്കൾ ഈ പറയുന്ന രീതിയിൽ ഭയങ്കര വേരിയേഷൻസ് ഉണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും മാർജിൻ ഷോർട്ടേജ് വരാവുന്നതാണ്. ഇപ്പോൾ ഒരു MTF-ലെടുത്ത ഒരു കസ്റ്റമർക്ക് ഒരു മാർജിൻ ഷോർട്ടേജ് വന്നാൽ ബ്രോക്കർ അതിനൊരു സമയം കൊടുക്കുന്നുണ്ട്.
എക്സ്ചേഞ്ചിൻ്റെ സ്റ്റിപ്പുലേറ്റഡ് റൂള് പ്രകാരം എനിക്ക് ഇന്ന് മാർജിൻ ഷോർട്ടേജ് വന്നാൽ ഞാൻ നാളെ T+1 തൊട്ട് T+5 മാർജിൻ ഷോർട്ടേജ് മേക്കപ്പ് ചെയ്താൽ മതി. പ്രൊവൈഡഡ് ബ്രോക്കറിന് ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. വീണ്ടും കൂടുകയാണെങ്കിൽ നേരത്തെ മേടിക്കാം, T+5 വരെ വേണേൽ കൊണ്ടുപോകാം മാർജിൻ കളക്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും സ്ക്വയർ ഓഫ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റമർക്കും ഉള്ള ഫെസിലിറ്റിയാണ്. വേറെ പ്രശ്നമൊന്നും വന്നില്ല, പിറ്റേ ദിവസം തിരിച്ച് കയറി മാർജിൻ ഷോട്ട് മാറിയെന്നുണ്ടെങ്കിൽ പൈസ കൊണ്ടുവരികയും വേണ്ട. അപ്പോൾ ആ ഒരു എന്താ മാർജിൻ ഷോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സമയം നിയമത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മാനേജ് ചെയ്ത് അതാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും. അല്ലെങ്കിൽ ആൾക്കാരുടെ ഇതെന്ന് പറഞ്ഞാൽ ഇതറിയാതെ ആൾക്കാർ MTFലൊക്കെ ചെന്ന് പെടുമ്പോഴാണ് അവിടെയും കൈ പൊള്ളുന്നത്. കാരണം ഇത് 5 ദിവസം സമയം കൊടുത്തിട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ രീതിയിൽ ഫോഴ്സ്ഫുൾ സെയിലും ഒക്കെ വന്ന് നഷ്ടത്തിലോട്ട് കലാശിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ MTF എപ്പോഴും ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റിസ്ക് ഉണ്ടല്ലോ, അത് മാർക്കറ്റിൻ്റെ ഒരു ഇൻഹറൻറ്റ് റിസ്ക്കാണ്. അതായത് നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നു, മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ടോ താഴേക്കോ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. ഇതൊക്കെ ഈ ഒരു റിസ്ക് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. പക്ഷേ ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള റിസ്ക് ഉണ്ട്. എക്സ്റ്റേണൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത റിസ്ക്, മാർക്കറ്റ് റിസ്കിന് പുറത്തുള്ള റിസ്ക്. ആ പുറത്തുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്ചേഞ്ചുകൾ ചില സ്റ്റോക്കിന് മുകളിൽ അഡീഷണൽ സർവേലൻസ് മെക്കാനിസം വയ്ക്കാറുണ്ട്. ആ അഡീഷണൽ സർവേലൻസ് മെക്കാനിസം അല്ലെങ്കിൽ ASM എന്ന് പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കുറ്റം കൊണ്ടോ മാർക്കറ്റ് കറക്റ്റ് ചെയ്യണതോ കാരണമോ അല്ല, വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്റ്റോക്കിനെ ASM ലിസ്റ്റിലേക്ക് മാറ്റുന്നത്. അത് അതിൻ്റെ ട്രേഡിംഗ് വോളിയം ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് മാനിപ്പുലേഷൻ നടത്തുന്നു എന്ന് എക്സ്ചേഞ്ചിനോ സെബിക്കോ തോന്നുന്നുകൊണ്ടായിരിക്കാം. എന്തോ ഒരു സ്പൂരിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടന്നു എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ഒരു റിസ്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പൊടുന്നനെയാണ് വരുന്നത്. അതിൻ്റെ കണ്ടീഷൻസ് തന്നെ വേറെയാണ്, മാർക്കറ്റ് കണ്ടീഷൻസ് അല്ല അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ചിലപ്പോൾ ആ സ്റ്റോക്കിൽ ഒരു ഡ്രോപ്പ് വന്നേക്കാം. അപ്പോഴും ഇതേ റൂള് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ASM അല്ലെങ്കിൽ GSM രണ്ടെണ്ണം ഉണ്ട്. അഡീഷണൽ സർവൈലൻസ്, ഗ്രേഡഡ് സർവൈലൻസ് മെഷേഴ്സും ഉണ്ട്. ഇത് സ്റ്റോക്കുകൾക്ക് എക്സ്ചേഞ്ച് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ടേമാണ്. അത് അതിൻ്റെ റിസ്കിനെ അളക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ ASM ലെവൽ തന്നെ 2 ലെവലായിട്ടാണ് കാണുന്നത്. ASM ഗ്രേഡ് 1ഉം 2ഉം ആയിട്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റോക്കിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റിൽ കാണുന്ന ഒരു നേരായ മാർഗത്തിലൂടെ അല്ല ഈ പ്രൈസ് മൂവ് ചെയ്യുന്നതെന്നൊരു സംശയം, ഇതൊക്കെ ഈ ASM ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എക്സ്ചേഞ്ച് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ബേസിക് മിനിമം റിക്വയർമെൻറ്റ് ഓഫ് മാർജിനുണ്ട്. എക്സ്ചേഞ്ചിൽ വേറൊരു റൂളുണ്ട്. ഏത് ഷെയർ വാങ്ങണമെങ്കിലും 20% ഓഫ് ദി വാല്യൂ ഓഫ് ദ ഷെയർസ് മാർജിൻ ഇല്ലാതെ ഒരു ഷെയർ വാങ്ങാൻ പറ്റില്ല. 20% മാർജിൻ ഇല്ലാതെ വാങ്ങാനേ പറ്റില്ല ഒരു ഷെയർ. അപ്പോൾ അത് റൂളാണ്. അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ബ്രോക്കർ നീഡ്സ് ടു പേ പെനാൽറ്റി ഫോർ ദാറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ഫ്രം ദി പോക്കറ്റ് ഓഫ് ബ്രോക്കർ. അപ്പം മിനിമം 20% മാർജിൻ ഇല്ല ഒരിക്കലും വാങ്ങാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലും ഷെയറുകൾ ഈ പറഞ്ഞ സ്പോണ്ടേനിയസ് ആയിട്ട് ASMലോട്ടോ GSMലോട്ടോ ഒക്കെ മാറാം. അങ്ങനെയുള്ള ഷെയറുകളും ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പ് 1 ഷെയറിൽ പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ASM GSM വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ 20% മിനിമം മാർജിൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തന്നെ ASM GSMന് എക്സ്ചേഞ്ച് പറയുന്ന മാർജിൻ ചിലപ്പോൾ അത് 50% ആകാം, ചിലപ്പോൾ 60 ആകാം, ചിലപ്പോൾ 100 ആകാം. അതുണ്ടെങ്കിലേ അത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആ റിസ്ക് അവിടെ മാനേജ് ചെയ്യപ്പെട്ടു. അപ്പോൾ ASM ഇനി മേടിച്ചൊരു ഷെയർ വേറൊരു ദിവസത്തേക്കാണ്, ഇപ്പം ഞാൻ 30% മാർജിൻ ഉണ്ടായിരുന്ന ഒരു ഷെയറാണ് വാങ്ങിയിരിക്കുന്നത്, അതനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് MTFൽ വാങ്ങിച്ചിരിക്കുകയാണ്. ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ASM കാറ്റഗറിയിലോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ മാർജിൻ 50% ആയി. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാർജിൻ ഷോട്ട്. ആ മാർജിൻ ഷോട്ടിന് മേടിച്ച ആൾക്ക് ആ ബാക്കി 20% കവർ ചെയ്യാനായിട്ട് മാക്സിമം 5 days വരെ കൊടുക്കാം. ഇനി അതിലും ചെയ്തില്ലെങ്കിൽ മാത്രമേ ബ്രോക്കർ ആ റിസ്ക് മാനേജ്മെൻറ്റ് മെഷറായിട്ട് അതിനെ സ്ക്വയർ ഓഫ് ചെയ്യുകയോ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ ലോൺ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇതിനെ അതിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഷെയറുകൾ റീപ്ലേസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കാം കസ്റ്റമേഴ്സ്. അപ്പം അതുകൊണ്ട് ASM GSMലോട്ട് മാറി എന്ന് പറയുന്നത് ഒരു MTFൽ അത്ര വലിയ ഹിറ്റൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ റിസ്ക് മാനേജ്മെൻറ്റ് മെഷറിൽ ഡെഫിനറ്റായിട്ടും ASM GSM എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ആ ഷെയറിനെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. എക്സ്ചേഞ്ച് തന്നെ ഒരു പ്രിക്കോഷൻ തന്നു കഴിഞ്ഞു.
അതിനെ സാധാരണ ഷെയർ പോലെ നമ്മൾ കാണാൻ പാടില്ല. അതേ ഉള്ളൂ അതിനകത്തെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് എനിക്ക് തോന്നുള്ളൂ. അത് കൊടുത്തെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അത് അതിനകത്ത് ASMലോട്ടോ GSMലോട്ടോ വന്നെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഷെയറിന് വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ വരാൻ പോകുന്നില്ല. അതൊക്കെ ഒരു പല ഫാക്ടറുകൾ കൊണ്ട് ASM GSMലോട്ട് കൊണ്ടുവരാം. അതൊരു ഒബ്സർവേഷനാണ് എക്സ്ചേഞ്ച്. അത് കഴിയുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് തിരിച്ചു വരും നോർമൽ കാറ്റഗറിയിലോട്ട് തന്നെ വരും. ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഇപ്പം ഒരു ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ അക്കൗണ്ട് തുറക്കുന്നു. ആ അക്കൗണ്ട് തുടങ്ങി നമ്മൾ പൈസ അതിനകത്തേക്ക് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഈ ബ്രോക്കിംഗ് കമ്പനി തരുന്നു. ബ്രോക്കിംഗ് കമ്പനിയുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ട്രേഡ് ചെയ്യാനുള്ള എന്തൊക്കെയാ സ്റ്റോക്ക് ഐഡിയാസ്, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാവുന്ന ഹൈ കൺവിക്ഷൻ, അങ്ങനെ പല രീതിയിലും പല പേരുകളിലും നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. അതായത് ഓരോരുത്തരുടെ റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ അനുസരിച്ച് എങ്ങനെ ഓരോന്നിനെ മേടിക്കാമെന്ന്. ഈ MTFന് സ്പെഷ്യലൈസേഷനായിട്ട് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ബ്രോക്കേഴ്സ് സാധാരണ കൊടുക്കാറുണ്ടോ സിസ്റ്റത്തിൽ? MTF സ്റ്റോക്ക് എന്ന് പറഞ്ഞൊന്നും ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ തിങ്ങാണ് ഈ സ്റ്റോക്ക് ബ്രോക്കിങ്ങിൽ. MTF സ്യൂട്ടബിൾ സ്റ്റോക്സ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് കസ്റ്റമർ തന്നെയാണ്, വെദർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ MTF ഈ ഒരു റെക്കമെൻഡേഷൻ. കാരണം ഈ റിസർച്ച് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പലരും പല രീതിയിൽ അതിനെ റിസർച്ചിനെ കാണുന്നത്. അതിനെ ഞാൻ ഒരു വിശകലനം വലുതായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, റിസർച്ച് എപ്പോഴും ബ്രോക്കറുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കസ്റ്റമറുടെ ഭാഗത്തു നിന്നും റിസർച്ച് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ. റിസർച്ച് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ റിസർച്ച് എത്രത്തോളം വേണം അതിനെ ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്നത് ഇൻവെസ്റ്ററാണ്, ആ റിസർച്ച് റെക്കമെൻഡേഷനെ ബേസ് ചെയ്ത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പം നമ്മളുടേതായ ഫൈനാൻഷ്യൽ ആംഗിളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഡിസിഷൻ എടുത്താൽ റിസർച്ച് റെക്കമെൻഡേഷനൊക്കെ നന്നായിട്ട് തന്നെ വേണം. പിന്നെ MTFന് ഒരു പ്രത്യേകിച്ച് റിസർച്ച് ഒന്നും നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്റ്റോക്ക് മൂവ്മെൻറ്റാണ് റിസർച്ച്. MTFന് ഇത് പറ്റുമോ ഇല്ലയോ ഇപ്പോൾ ഞാൻ MTF എടുക്കുന്ന എൻ്റെ ഒരു ടേംസ് ഓക്കെ 3 മാസത്തിനുള്ളിൽ എനിക്ക് ആ ഷെയർ വിറ്റ് മാറണം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ MTF എടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ വരുന്ന സ്റ്റോക്കുകളെ വേണേൽ MTFൽ കൺസിഡർ ചെയ്യാം. ഇനി 6 മന്ത്സിലോട്ടുള്ളതാണ് അങ്ങനെ കൺസിഡർ ചെയ്യാം, 1 വീക്കിലോട്ടുള്ളതാണ് അങ്ങനെയും കൺസിഡർ ചെയ്യാം. അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ റിലേറ്റീവാണ്. എനിക്ക് അതിനകത്തൊരു ആ ഒരു രീതിയിൽ എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ, ആ രീതിയിൽ എനിക്ക് അതിനെ പറയാനും പറ്റുള്ളൂ. അത് ഓരോരുത്തരുടെ സ്വന്തം താല്പര്യാർത്ഥം അവരവർ തന്നെ അതിനെ സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്ത് തീരുമാനം എടുക്കുക. പ്രേക്ഷകർ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴായിട്ട് ഞാൻ 1-2 പ്രാവശ്യം ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എന്തുകൊണ്ടാണ് വിധുകുമാറിനെ പോലത്തെ ഒരു CFOനെ ഈ ഹോട്ട് സീറ്റിലേക്ക് കൊണ്ടുവന്നതെന്നുള്ള. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ്. അതായത് പല ബ്രോക്കേഴ്സിനടുത്തും നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ പല രീതിയിലുള്ള സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ലോങ്ങർ ടേം വരുന്നു, ഷോർട്ട് ടേം വരുന്നു, ബുള്ളറ്റ് ഐഡിയാസ് വരുന്നു, മാർക്കറ്റ് ചെയ്യുന്ന പല രീതിയിലും വരുന്നതിൻ്റെ കൂടെ MTF ബേസ്ഡ് സ്റ്റോക്കും എന്ന് പറഞ്ഞ് അതിനകത്ത് റെക്കമെൻഡേഷൻ വരാറുണ്ട്. ബട്ട് ആ ഒരു മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ നിങ്ങൾക്ക് പച്ചയായി ഒരു CFOൻ്റെ ലാംഗ്വേജിൽ തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ സ്പിരിറ്റും എസൻസും മനസ്സിലാക്കി MTF എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതേപോലൊരു ഗസ്റ്റ് നമ്മുടെ മുന്നിലിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മിസ്റ്റർ വിധുകുമാർ. ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് ഇങ്ങനെ ഫെസിലിറ്റി കൊടുക്കുമ്പോൾ ഒരാളുടെ കഴിവിൻ്റെ കപ്പാസിറ്റിക്ക് മുകളിലാണ് ഒരാൾ മേടിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു സിസ്റ്റം, അതായത് എക്സ്ട്രാ പവർ ചെയ്ത്, ഇൻ എ സെൻസ് നമ്മൾ പൊതുവേ പറയാറുണ്ട് ടു മച്ച് ലോൺ ഇസ് ബാഡ് എന്നുള്ള രീതിയിൽ പറയും പോലെ നമ്മൾ ഇങ്ങനെ കൊടുത്ത് ശീലിക്കുന്നു എന്ന് വിചാരിക്കാം, ആൾക്കാരത് ഉപയോഗിക്കുന്നു വിചാരിക്കുന്നത്. ഡസ് ഇറ്റ് പോസ് എ സിസ്റ്റമിക് റിസ്ക് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്? ഡെഫിനറ്റായിട്ട് ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ട്. പക്ഷേ ഈ MTFനെ ആൾക്കാർ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്ത് റിസ്ക് വരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഒരു അതാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഡെഫിനറ്റായിട്ടും എക്സ്ചേഞ്ചിൻ്റെ ഞാൻ അതിനകത്തൊരു കാര്യം കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഈസി ആക്കി തരാം ക്വസ്റ്റ്യൻ. അതായത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും അത് എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് കൂടും തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നു. നല്ല കാര്യം, ചിലപ്പോൾ അത് നല്ലതിന് തന്നെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ നമ്മൾ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി കൊടുക്കുമ്പോൾ മാർക്കറ്റിൻ്റെ സിസ്റ്റമിക് റിസ്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഒരു മാർജിൻ കോൾ ട്രിഗർ ചെയ്യാനുള്ള ചാൻസ്. ഒരു മാർക്കറ്റ് ഫോളിൻ്റെ സമയത്ത് ഒരു നോർമലായിട്ടുള്ള ഒരു കറക്ഷൻ ആയിരിക്കാം മാർക്കറ്റിൽ സംഭവിക്കേണ്ടത്. പക്ഷേ ഒരുപാട് പേര് ഈ MTF എടുത്തത് കാരണം ആ ഒരു മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി പെട്ടെന്ന് ട്രിഗർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പണ്ട് മുതലേ നമ്മൾ ബ്രോക്കിംഗ് സിസ്റ്റത്തിൽ പറയാറുണ്ട് എന്തുകൊണ്ടാണ് സെല്ലിംഗ് നടന്നത്. നമ്മൾ പറയും ആദ്യത്തെ 1 മണിക്കൂർ സെല്ലിംഗ് നടന്നത് മാർക്കറ്റിൻ്റെ പ്രൈസ് ഡിസ്കവറി മെക്കാനിസമാണ്.
എന്നാൽ 10:30 മുതൽ നടന്നത് മാർജിൻ ട്രിഗറിംഗ് ആണ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ ഒരുപാട് പേര് മാർജിൻ എടുക്കുമ്പോൾ അതിന് സിസ്റ്റമിക് ആയിട്ടുള്ള റിസ്ക് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ അതിനെനിക്ക് പറയാനുള്ളത്, നമ്മൾ MTFൻ്റെ പറഞ്ഞപ്പം ഞാനൊരു ആദ്യമേ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ MTF എടുക്കുമ്പോൾ എപ്പോഴും ഒരു പെർസെൻറ്റേജ് ഓഫ് മാർജിൻ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 20% അല്ലെ 30% അല്ലെ 40% മാർജിൻ. ഈ 40% മാർജിൻ അല്ല കളക്ട് ചെയ്യുന്നത്. ഒരു മെയിൻ്റനൻസ് മാർജിനൂടെ അതിനകത്ത് വേണം. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ ഉള്ളതാണ്. ഒരു 5 to 10% മെയിൻ്റനൻസ് മാർജിനൂടെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രം. അല്ലെങ്കിൽ എന്താ കാര്യം പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ എൻ്റെ 30% മാർജിനുള്ള മുഴുവൻ യൂട്ടിലൈസ് ചെയ്താൽ നാളത്തെ 1% ഓഫ് ചേഞ്ച് ഇൻ ദി മാർക്കറ്റ് മേ അഫക്ട് ദ എൻ്റയർ പൊസിഷൻ ഓഫ് മൈ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെയിൻ്റനൻസ് മാർജിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം MTF എടുക്കുന്ന ആൾക്ക്. അപ്പം നമ്മളുടെ എപ്പോഴും എല്ലാ കസ്റ്റമറുടെ അടുത്തും നിങ്ങളുടെ ആ മാർജിൻ ബ്രിമ്മിലല്ല വെക്കേണ്ടത്. നിങ്ങൾ ആ മെയിൻ്റനൻസ് മാർജിനൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള റിസ്ക്കുകളിൽ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ആ മെയിൻ്റനൻസ് മാർജിനും ഓവർ ആൻഡ് എബവ് വരുമ്പോഴാണ്, റിക്വയർമെൻറ്റ് വരുമ്പോഴാണ് ഈ പറഞ്ഞ മാർജിൻ കോളുകൾ വരുന്നത്. അതിനും സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ മാർജിൻ കോൾ വരും. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞൊരു ശരിയാണ്. എനിക്ക് കടം കിട്ടുന്നു എന്ന് പറഞ്ഞ് മാക്സിമം കടം എടുത്ത് ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു പ്രൊഡക്റ്റ് അല്ല ഇത്. ഇത് നമ്മൾക്ക് ഇതൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ വേണ്ട, അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾക്ക് MTF കൊടുക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ്. അവർ ഓവറായിട്ട് കടം എടുക്കില്ല. അല്ലാതെ ഇത് മാർക്കറ്റിൽ കിട്ടുന്നിടത്തു നിന്നെല്ലാം കടം മേടിച്ച് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് അല്ല ഇത്. ഇതൊരു ഫൈനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന ആൾക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണിത്. അതായത് എപ്പോൾ അത് ഉപയോഗിക്കണം എന്നുള്ളൊരു അറിവ് കൂടെ ഉണ്ട്. കറക്റ്റ്. അപ്പോൾ അതാണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കറക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിജിറ്റൈസേഷൻ്റെ കാലമായി. ഈ ഡിജിറ്റൈസേഷൻ കാരണം ഇതേപോലത്തെ പ്രോഡക്ട്സ് ഒരു ഇൻവെസ്റ്ററിൻ്റെയോ ട്രേഡറിൻ്റെയോ മുന്നിലേക്ക് എത്തുന്നത് വളരെ എളുപ്പമായി. ആൾക്കാർക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റി. ഒരു MPIനും OTP ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ്, അതായത് ദിവസങ്ങൾ എടുത്തിരുന്ന പ്രോസസ്സുകൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യാനായി. അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് ഇന്ത്യൻ ട്രേഡിംഗ് സിസ്റ്റം ഇവോൾവ് ചെയ്യുമ്പോൾ, താങ്കൾ തന്നെ പറഞ്ഞു ഏതാണ്ട് 20-25 കൊല്ലത്തെ എക്സ്പീരിയൻസ് താങ്കൾക്ക് മാർക്കറ്റിലുണ്ട്. അതിലൊരു CFO എന്നുള്ള രീതിയിൽ, കാര്യം ഞാൻ രണ്ടും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതൊരു മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടൊരു വ്യക്തിയും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തിയും ഒരു CFOയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. CFO എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിൽ വരുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിനോട് ഇത് കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്രോ ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്കോണമി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതെങ്ങനെയാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതാണല്ലോ ബേസിക് എക്കണോമിക്സ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇത് കാശുള്ള ആളുടെ നിന്ന് വേണ്ട ആൾക്കാരിലൂടെ എത്തിപ്പെടുമ്പോഴാണ് നമ്മളുടെ എക്കോണമി ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ MTF എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എത്ര 20 crore ഡിമാറ്റ് അക്കൗണ്ട്സാണ് ആകെ ഉള്ളത്. അതിൽ എൻ്റെ 12 crores ഡിമാറ്റ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ യൂണീക്കായിട്ടുള്ളത്. ബാക്കി റിപ്പീറ്റഡ് ആയിട്ടാണെന്നാണ് പറയുന്നത്. 12 കോടി ആൾക്കാരുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള കാറ്റഗറി, 140 കോടി ആളുകളുള്ളടുത്ത് 12 കോടിയെ ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ടുള്ള ആൾക്കാരുള്ളത്. അതിലും എത്ര പേര് സ്റ്റോക്ക് മാർക്കറ്റ് ഡിമാറ്റ് ഹോൾഡ് ചെയ്ത ആൾക്കാരെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് വരണമെന്ന് തന്നെയില്ല. അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ചിലപ്പോൾ ഐറ്റംസൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ഈ പ്രോഡക്റ്റ് ഒരു ആവശ്യമുള്ള ആളുകളിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ലോൺ എന്നുള്ളത് ആവശ്യമുള്ള ആളുകളിലോട്ട് എത്തിപ്പെടണ്ടേ, അത് മേടിക്കാനുള്ള ഒരു പൈസ വേണ്ട ആൾക്കാരിലോട്ട് എത്തിപ്പെടണ്ടേ. അപ്പോൾ ഡെഫിനറ്റായിട്ട് MTFന് ഒരു നല്ല സ്കോപ്പാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് നല്ല ഗ്രൂപ്പിലുള്ള എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കറക്റ്റ് അല്ലെങ്കിൽ നെറ്റ്വർത്തുള്ള കമ്പനികൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റ്വർത്തുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ഇതിന് നല്ലൊരു ലോങ് ടൈമിൽ MTF എന്നുള്ളൊരു പ്രോഡക്റ്റ് മേ ഡ്രൈവ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഒരു കാര്യം വരുന്നത്, MTFനെ ഡ്രൈവ് ചെയ്യുമ്പം വരാൻ പോകുന്ന ലോൺ കൊടുത്ത കമ്പനിയും ഒരു റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്, മേടിച്ച ആളും റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബിൾ ലെയർ ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് അവിടെ നടക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും അതൊരു നല്ല സ്റ്റോക്കുകൾ മാത്രമേ പിന്നെ ആൾക്കാർ അതിനകത്ത് വാങ്ങത്തുള്ളൂ. അപ്പോൾ ഒരു നോർമൽ കേസിൽ ഇതൊരു നല്ല രീതിയിൽ പോകാനും നല്ല ഗ്രോത്ത് ഉണ്ടാകാനും ഞാനൊരു സ്കോപ്പ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഡെഫിനറ്റായിട്ടും ഇതൊരു പ്രോഡക്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ന്യൂ ജനറേഷൻ എന്ന് വേണേൽ പറയാം. പ്രേക്ഷകർ, ഇതാണ്
ഡബിൾ ലെയർ ഓഫ് എന്താ പറയുക, ഇതല്ല, ശരിക്കും ട്രിപ്പിൾ ലെയർ ആണ്. കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അറിയാമെന്നുള്ള ഒരു വ്യക്തിയെ കൊണ്ട് നമ്മൾ അതിനെ അവതരിപ്പിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരു റിസർച്ച് അനലിസ്റ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് നമുക്കിത് അവതരിപ്പിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിൽ വളരെ കീനായിട്ട് ഞങ്ങൾ ആലോചിച്ചിരുന്ന കാര്യം, ഇത് പറയേണ്ട ആൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിരിക്കണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിക്കുന്ന ഒരാളായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഒരു CFOൻ്റെ നാവുകളിൽ കൂടെ തന്നെ ഇത് നിങ്ങളിലേക്ക് അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മിസ്റ്റർ വിധുകുമാർ ഇതിൻ്റെ പ്ലസസും മൈനസസും ബെനിഫിറ്റും ഇത് എങ്ങനെയാണ് അവൈൽ ചെയ്യേണ്ടതെന്നുള്ള വളരെ ക്ലിയർ പിക്ചറാണ്, അത് വളരെ മെച്ചുവറായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതെന്ന് വിചാരിക്കുന്നു. താങ്ക് യു മിസ്റ്റർ വിധുകുമാർ ഫോർ അപ്പിയറിംഗ് ഫോർ അവർ ഷോ. സ്മാർട്ട് ഇൻവെസ്റ്ററിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നു. പുതിയ സബ്ജക്റ്റും പുതിയ ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.